ഗണപതിക്ക് കറുകപ്പുല്ല് കൊടുക്കുന്നതിന് പിന്നിലുള്ള രഹസ്യം നിങ്ങൾക്കറിയാമോ? പണ്ട് അനലാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. അനലം എന്ന് വെച്ചാൽ തീ. അവൻ്റെ ശരീരം മുഴുവൻ തീയായിരുന്നു. അവൻ നടക്കുന്നിടത്തെല്ലാം തീ പടർന്നു നശിക്കും. ദേവന്മാരും മനുഷ്യന്മാരും അവൻ തീ കൊണ്ട് ചുട്ടരിച്ചു. ദേവന്മാർ ഓടി ഗണപതിയുടെ അടുത്തു ചെന്ന് കരഞ്ഞു, "ഗണേശ, രക്ഷിക്കണേ, അനലാസുരൻ എല്ലാം നശിപ്പിക്കുന്നു." ഗണപതി പറഞ്ഞു, "ഞാൻ നോക്കിക്കോളാം." അനലാസുരൻ ഗണപതിയുടെ നേരെ വന്നു. ഗണപതി ഒറ്റ വിഴുങ്ങലിന് അനലാസുരനെ വിഴുങ്ങിക്കളഞ്ഞു. പക്ഷേ പ്രശ്നം അവിടെ തുടങ്ങിയതേ ഉള്ളൂ. അനലാസുരൻ വയറ്റിൽ കിടന്ന് തീ കത്തിക്കാൻ തുടങ്ങി. ഗണപതിയുടെ വയർ ചൂടാകി. ആളാകെ വിയർത്തു. ദേഷ്യം കൊണ്ട് മുഖം ചുമന്നു. വയറ് പൊട്ടിപ്പോകും എന്നവസ്ഥ. ഇന്ദ്രൻ മഴ പെയ്യിച്ചു നോക്കി. ഒരു രക്ഷയുമില്ല. വരുണൻ വെള്ളം കോരിയൊഴിച്ചു. ചൂട് മാറുന്നില്ല. ചന്ദ്രൻ തണുത്ത വെളിച്ചം ചൊരിഞ്ഞു. എന്നിട്ടും ഗണപതി കത്തുന്നു. അപ്പോഴാ 83 മഹർഷിമാർ ഓടിവന്ന് അവർ കൈ നിറയെ കറുകപ്പുല്ല് കൊണ്ടുവന്ന് ഗണപതിയുടെ തലയിൽ വെച്ചു. 21 കറുക വെച്ചപ്പോഴേക്കും അത്ഭുതം! ഗണപതിയുടെ ചൂട് പമ്പ കടന്നു. വയറ്റിലെ തീ കെട്ടു. അനലാസുരൻ ദഹിച്ചുപോയി. ഗണപതിക്ക് ആശ്വാസമായി. സന്തോഷമായ ഗണപതി മഹർഷിമാരോട് പറഞ്ഞു, "ഇന്നു മുതൽ എന്നെ പൂജിക്കുന്നവർ 21 കറുക വെച്ച് പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതത്തിലെ എല്ലാ ചൂടും, അതായത് ദേഷ്യം, വെറുപ്പ്, രോഗം, കടം, ശത്രുദോഷം എല്ലാം ഞാൻ തണുപ്പിച്ചു കളയും. കറുകയില്ലാത്ത പൂജ എനിക്ക് പൂർണ്ണമല്ല." അന്നു മുതലാണ് ഗണപതിക്ക് കറുക പ്രധാന വഴിപാടായത്. വേറെ ഒരു കാര്യം കൂടിയുണ്ട്. കറുക എത്ര പറിച്ചാലും വീണ്ടും വീണ്ടും മുളച്ചു വരും. നശിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ ഗണപതിയുടെ അനുഗ്രഹം ഒരിക്കൽ കിട്ടിയാൽ പിന്നെ നശിക്കുകയില്ല എന്നതാണ് അർത്ഥം.